സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പോൾ വോൾട്ടിലെ ആധിപത്യം തുടരുകയാണ് മാർ ബേസിൽ. ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ മാർ ബേസിലിന്റെ സഫാനിയെ സ്വർണം സ്വന്തമാക്കി പോൾ ഒടിഞ്ഞതോടെ മറ്റൊരു പോൾ കൊണ്ടാണ് സഫാനിയെ സ്വർണത്തിലേക്ക് പറഞ്ഞത്. മനീഷ് ഏഷ്യാനെറ്റ് തിരക്ക് റിപ്പോർട്ടിൽ. പോൾ വോട്ടിൽ അവരുടെ ആധിപത്യം തുടരുന്നതാണ് നമുക്ക് ഇക്കുറിയും കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ജൂനിയർ ഗേൾസിലും സ്വർണ്ണം മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. സഫാനിയാണ് നമുക്ക് പറ്റിയിരുന്നത്. കഴിഞ്ഞ വർഷം വെള്ളിയായിരുന്നു, ഇപ്രാവശ്യം ബെറ്റർ പെർഫോമൻസ്. കഴിഞ്ഞ വർഷത്തെ ഹൈറ്റ് തന്നെയാണ് എനിക്ക് ഈ പ്രാവശ്യം ചെയ്തത്. പക്ഷെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്റെ പോൾ ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും ചെയ്യാൻ പറ്റുമായിരുന്നു എന്നായിരുന്നു എന്റെ വിശ്വാസം. അത് റെക്കോർഡ് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ പോൾ വീണ്ടും ഓടിയത്? അല്ല, ഞങ്ങൾ ആദ്യത്തെ ട്രയൽ ജമ്പിന് ചെയ്തപ്പോഴാണ് പോൾ ഒടിഞ്ഞത്. അപ്പോൾ ആ പോൾ തന്നെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ചാടാൻ കഴിഞ്ഞാൽ? ഉറപ്പായിട്ട് ആ പോളായിരുന്നു ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതും. കുറെ ചെയ്തുകൊണ്ടിരുന്ന അതിൽ തന്നെയായിരുന്നു. സ്പെയറുള്ള പോള് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ. എന്നാലും ആ പോള് ചെയ്യാൻ പറ്റിയത് ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പോൾ ഇനി എന്താണ് അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്? നാഷണൽ മീറ്റിൽ നല്ലതായിട്ട് ചെയ്യണമെന്ന് മെഡൽ വരാമെന്ന് ആഗ്രഹം. പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് മാർബേസിൽ എന്ന് പറയുമ്പോൾ പോൾ വോൾട്ടിൽ നിങ്ങൾ ഏറെ കാലമായി ആധിപത്യം പുലർത്തുക. അതെ, ഈ വർഷം പ്രാക്ടീസ് ഭയങ്കര ലാഗായിരുന്നു. എന്ന് വെച്ചാൽ മഴയായിട്ട് കുറെ ഞങ്ങളുടെ സെക്ഷൻസ് പോയി. പിന്നെ ഞങ്ങളുടെ സിന്തറ്റിക് ട്രാക്ക് ശരിയല്ലായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് ക്രൈസ്റ്റോളജി പോയി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളും സാർ ഒരുമിച്ച് കൂടി നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനിയും കഴിഞ്ഞ വർഷം നാഷണലിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു? ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇക്കുറി നാഷണൽ ഒരു മെഡൽ നേടും? കേരളക്ക് വേണ്ടി എടുത്തെടുക്കും. ശരി, അപ്പോൾ സഫാനിയയുടെ ആഗ്രഹം സാഫല്യമാവട്ടെ. തിരുവനന്തപുരത്തു നിന്നും അക്ഷയ് വീസിനൊപ്പം മനീഷ് മാത്യു, തിരുവനന്തപുരം.